പടവിൻ്റെ പണി തീർന്നിട്ടുള്ളൂ. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കണം. അസ്സലാമു അലൈക്കും. നമ്മൾ 3 മാസമായി ഒരു വീഡിയോ ചെയ്തിട്ട് നമ്മൾ റഫീഖ് മാട്ടുമ്മൽ ആക്സിഡന്റ് ആയി നട്ടലിന് ചതവേറ്റിട്ട് കിടപ്പിലായിരുന്നു. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ഫണ്ട് വന്ന് ആ ഫണ്ട് വന്നിലാണ് ഈ വീട് ഇത്രയും ആക്കിയെടുത്തത്. ഇവിടുന്ന് ആണ്ട് പണി തുടങ്ങണമെങ്കിൽ അതിനുള്ള കാര്യമായുള്ള ഫണ്ട് വേണം. 1.8 സെന്റ് സ്ഥലമാണ് ഇതുള്ള ആകെ ഉള്ളത്. അതിലുള്ളൊരു ഒതുങ്ങുന്ന ഒരു വീടാണ്. അപ്പോൾ 1 ലക്ഷം കിട്ടി, 1 ലക്ഷത്തിൻ്റെ അടുത്ത് നമുക്ക് ഫണ്ട് വന്നിട്ടുള്ളത്. അതിന് ഇത്രയും ആക്കിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്ക് അറിയാലോ, ഇനി ബാക്കി സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം ചെയ്യാണ്ട്. നട്ടലിന് ക്ഷതമേറ്റ് കിടക്കുന്ന ഈ സുഹൃത്തുക്കൾ എല്ലാവരും അകമൊഞ്ഞ് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഹായിച്ച എല്ലാവർക്കും തക്കതായ പ്രതിഫലം കൊടുക്കട്ടെ പഠിച്ച തമ്പുരാന്. നാട്ടിലൊരു ക്ലബ്ബ് ഉണ്ട്, യൂത്ത് പറഞ്ഞ വെട്ടിച്ചിറ കമ്പിവളപ്പ്. അപ്പൊ അവര് കാര്യമായ ഫണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ് എല്ലാവരും കൊടുത്തവർക്ക് അതുപോലെ എല്ലാ ക്ലബ്ബുകളും ഏറ്റെടുത്ത് ഈ പ്രിയ സുഹൃത്തിനെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 1 ലക്ഷം ഉറുപ്പോളം ഇപ്പോൾ ഓല ഇതിൽ മുമ്പ് വീഡിയോ എടുത്തിട്ട് അതിൽ വന്നിട്ടുണ്ട്. ആ 1 ലക്ഷം ഉറുപ്പ്യ നമ്മുടെ മമ്പുറം ഷെരീഫിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 4,35,000 ഉറുപ്പ്യ വേണമെന്നാണ് ഇപ്പോൾ സ്ട്രക്ചർ ആകാൻ അവൻ പറഞ്ഞത്. ഏകദേശം ഒരു സുമാർ പറഞ്ഞതാണ്. അപ്പം ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ ഇവിടുന്ന് തുടങ്ങണമെങ്കിൽ എന്തെങ്കിലും കിട്ടിയിട്ട് വേണം. നിങ്ങളെല്ലാവരും കൂടി, നിങ്ങളും എല്ലാവരും കൂടി എന്തൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ട്. അസ്സലാമു അലൈക്കും. വലിയ പറമ്പ് AR നഗർ പഞ്ചായത്ത് 1-ാം വാർഡിൽ താമസിക്കുന്ന മാട്ടുമ്മൽ റഫീഖിൻ്റെ വീട് പണിയോട് അനുബന്ധിച്ച് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളെല്ലാം ഈ വീടിൻ്റെ പരിപൂർണ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വീട് കട്ടിലെച്ച് വീടിൻ്റെ പണി ഇപ്പോൾ തുടങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് മാറിയിട്ട് ഇപ്പോൾ ഒരു ആഴ്ച ആയിട്ടുള്ളൂ. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പടവിൻ്റെ പണി തീർന്നിട്ടുള്ളൂ. ഇനി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കണം. ഇപ്പോൾ നിൽക്കുന്ന വാടക വീട്ടിലാണ് ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും സഹായിക്കുക.